ഹലോ ഫ്രണ്ട്സ്, ഇവിടെയുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ ആണ് നമ്മളിന്ന് 2025 മാർക്കറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ബിറ്റ് കോയിൻ്റെ ഹാൾവിങ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എയിം എന്ന് പറഞ്ഞാൽ 2025 ബുൾ മാർക്കറ്റാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഏതൊക്കെ ക്രിപ്റ്റോസാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്, എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ ഏതൊക്കെ ടോക്കൺസാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്, ഇത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അഡ്വൈസും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടോക്കൺസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതായിട്ട് ലോൺ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ബൈനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് ടോപ്പ് 100 ക്രിപ്റ്റോസിൻ്റെ ഉള്ളിലുള്ള കോയിൻസാണ് ഞാൻ മോസ്റ്റ്ലി ബൈ ചെയ്തിരിക്കുന്നത്. ഞാൻ ഷിറ്റ് കോയിൻസും കാര്യങ്ങളൊക്കെ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാക്സിമം പമ്പ് കിട്ടിയ സമയത്തൊക്കെ സെല്ലും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഷിറ്റ് കോയിൻസും കാര്യങ്ങളൊന്നും അധികം കയ്യിലില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള പോർട്ട്ഫോളിയോയിലെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോയിൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോയിൻസും വാങ്ങിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇനി അത് ഉപയോഗിക്കാം. നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് തന്നെ പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബൈനാൻസ് എടുക്കുന്നുണ്ട്. കാരണം ഞാൻ മെയിൻലി ബൈനാൻസിലും സേഫ് വാലറ്റിൽ കൂക്കോയിനിൽ അങ്ങനത്തെ കുറച്ച് എക്സ്ചേഞ്ചസിലും വാലറ്റിലൊക്കെയാണ് ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ ബൈനാൻസിൽ BTC ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഒന്ന് ജസ്റ്റ് നോക്കാം. $43,000 BTC കറൻ്റ്ലി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 4 hours ടൈം ഗ്രാഫാണ്. നിങ്ങൾ നോക്കാം, BTC കഴിഞ്ഞ ഒരു മന്തിൽ നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം $36,000 ആയിരുന്നു. ഒറ്റയടിക്ക് 44,000 ആയി. പിന്നെയും വിത്തിൻ ഒരു 1 മന്തിൽ തന്നെ $48,900 വരെ പോയി. ഏകദേശം 49,000 നിയർ വരെ പോയി. 50,000 നമ്മൾ റീച്ച് ചെയ്യുമെന്ന് വിചാരിച്ചു. 50,000 റീച്ച് ചെയ്തില്ല. അതിനുശേഷം പിന്നെ ഒരു ലാസ്റ്റ് 2-3 വീക്സിൽ നല്ല രീതിക്ക് ഹെവി ഡംബാണ് വന്നത്. ഏകദേശം $38,000 വരെ പോയി. പിന്നെയും റീബൗൺസ് എടുത്ത് ഇപ്പോൾ 43,000 കറൻ്റ്ലി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൊണ്ടും പറയാറുണ്ട്, നിങ്ങൾക്ക് മാക്സിമം ഡിപ്പ് ഉണ്ടെന്ന ടൈമിലൊക്കെ അക്കുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അക്കുമുലേറ്റ് ചെയ്യുക. കാരണം BTC എന്തായാലും ഹാൽവിങ്ങിന് മുന്നേ നല്ല രീതിക്ക് ഒരു പെർഫോം കിട്ടും. ഹാൽവിങ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഡംപ് വരാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ 2025 മാർക്കറ്റിന് വേണ്ടിയിട്ട് BTCയും അതേപോലെ തന്നെ എല്ലാ ഓൾഡ് കോയിൻസും നല്ല രീതിക്ക് പെർഫോം ചെയ്യാനുള്ള നല്ല പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഡിപ്പ് കിട്ടുന്നു അപ്പോഴൊക്കെ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നല്ലൊരു പ്രോഫിറ്റ് എടുക്കുക ഫ്യൂച്ചറിൽ. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പോർട്ട്ഫോളിയോയിലോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരെ എൻ്റെ വാലറ്റ് എടുക്കുകയാണ്. ഇവിടെ ഞാൻ സ്പോട്ട് വാലറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മെയിൻലി എൻ്റെ കയ്യിൽ ഞാൻ BNB ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ബൈനാൻസിൽ. അതേപോലെ XRP കുറച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്, സോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, മാറ്റിക് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ആക്സിസ്, ട്രോണ്. അപ്പോൾ ഇത്രയ്ക്കുമാണ് എൻ്റെ ഈ ഒരു ബൈനാൻസിലുള്ള ഹോൾഡിങ്. കാരണം നമുക്ക് ബൈനാൻസിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ബൈനാൻസിനെ ഇപ്പോൾ പ്ലേ സ്റ്റോറിന് ആപ്പ് സ്റ്റോറിനൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് ഫണ്ട് ബൈനാൻസിലുള്ളതൊക്കെ നമ്മുടെ സേഫ് വാലറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരു വാലറ്റ് വാങ്ങിച്ചിട്ട് അതിൽ നിങ്ങളുടെ ക്രിപ്റ്റോസൊക്കെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഫ്യൂച്ചറിലേക്കും നമുക്ക് അതായിരിക്കും യൂസ്ഫുള്ള്. ഏതൊരു എക്സ്ചേഞ്ച് ഇപ്പോൾ ബൈനാൻസ് വേൾഡിൽ തന്നെ ടോപ്പ് 1 എക്സ്ചേഞ്ചാണ്. അപ്പോൾ അതിലും വരെ ഈ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ വേറെ എക്സ്ചേഞ്ചസിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് സേഫാക്കി വയ്ക്കാൻ മാക്സിമം ഒരു നല്ലൊരു വാലറ്റ് വാങ്ങിക്കുക. അതിലേറ്റവും അഫോർഡബിൾ 5,000 റുപ്പീസിൻ്റെ സേഫ് വാലറ്റാണ്. നമ്മൾ 2-3 വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വാലറ്റ് വാങ്ങിച്ചിട്ട് അതിൽ ഹോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ നിങ്ങൾ 1-2 പ്രാവശ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സേഫ് വാലറ്റിനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സേഫ് വാലറ്റിൽ ഞാൻ ജസ്റ്റ് ഹോൾഡ് ചെയ്യുന്നതും ഉണ്ട്, അതേപോലെ തന്നെ ഇട്ട് വെച്ചിരിക്കുന്ന നമുക്ക് ഒരു അസറ്റ്സും ഉണ്ട്. അപ്പോൾ വേണ്ടി നമുക്ക് 90 ഡേയ്സിലൊക്കെ നല്ല രീതിക്ക് സ്റ്റേക്കിംഗ് റിവാർഡ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്, അതും കൂടെ നമ്മൾ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ നമ്മൾ ചെയ്ത മിസ്റ്റേക്സ്, ഇപ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാനും പറ്റും. അപ്പോൾ എൻ്റെ മിസ്റ്റേക്സ്, ഞാൻ ചെയ്ത മിസ്റ്റേക്സ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് മെയിൻലി സോൾ തന്നെയാണ്. അപ്പോൾ സോള് പറയുമ്പോൾ സോളിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോള് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം മാർക്കറ്റ് ഡംപായ സമയത്ത് ഏകദേശം $8, $10 വരെയൊക്കെ പോയി. പിന്നെ $20 കുറേ ദിവസം ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സോൾ ഇനീഷ്യലി പമ്പാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏകദേശം ഒരു $30, $40, $50 വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാനൊരു ഫുൾ എമൗണ്ടും സെല്ല് ചെയ്തില്ല, ചെറിയൊരു എമൗണ്ട് സോളിൽ നിന്ന് സെല്ല് ചെയ്തു. അപ്പോൾ പിന്നെയും ഡംപിൽ നമുക്ക് പർച്ചേസ് ചെയ്യാന്നുള്ള ഒരു സ്കീമിലായിരുന്നു നമ്മൾ സെല്ല് ചെയ്തത്. കുറച്ചൊന്നും ഡംപായി, നമ്മൾ വിചാരിച്ചത്ര ഡംപായില്ല. പിന്നെയും നല്ല രീതിക്ക് പമ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. $70, $80 വരെ പോയി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനിയിപ്പോൾ നല്ല രീതിക്ക് പമ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും തിരിച്ച് റീബൈ ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ റീബൈ ചെയ്തു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ പഴയുള്ള സോളിൻ്റെ ക്വാണ്ടിറ്റിയെക്കാട്ടിലും കുറവിൽ മാത്രമാണ് സോൾ ബൈ ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ എനിക്ക് ചെറിയ ക്വാണ്ടിറ്റി ലോസ് വന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ടാർഗറ്റ് വയ്ക്കുക. നിങ്ങൾ ഈ ഒരു എമൗണ്ടിൽ മാത്രമേ നിങ്ങൾ സെല്ല് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ 2025 വരെ ഹോൾഡ് ചെയ്യും. ആ ഒരു 2025 ഹാൾവിങ് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് പമ്പിന് ശേഷം മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും അർജൻസി വരികയാണ്, നിങ്ങൾക്ക് ഈ ഒരു പ്രോഫിറ്റ് മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്യാം. നിങ്ങൾ മാക്സിമം ഒരു ഡംപ് കിട്ടി എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ലോസ് വരാനുള്ള ചാൻസാണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക.
നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇത്ര പ്രോഫിറ്റ് മതി, ഇനി എത്ര കയറിയാലും കുഴപ്പമില്ല, എനിക്ക് ഈ ഒരു പ്രോഫിറ്റിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല് ചെയ്യാം. പക്ഷേ നിങ്ങൾ തിരിച്ച് പിന്നെ ആ ഒരു കോയിനിൽ നോക്കാൻ പാടില്ല. നോക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മേ ബി ഡംപായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം വരും. ചിലപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ 2x 3x നിങ്ങൾ സെല് ചെയ്തതിൽ പമ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സങ്കടം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കോയിൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവാക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, വെറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ARB ആർബിട്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്, ETC ഹോൾഡ് ചെയ്യുന്നുണ്ട്, TRX ആൻഡ് LTC. അപ്പോൾ ഇത്രയും ടോക്കൺസ്, ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ. LTC വരെ ഞാൻ ഈ ഒരു സേഫ്പാൽ വാലറ്റിൻ്റെ സ്പോട്ടിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെ ഏൺ സെക്ഷനിലോട്ടേക്ക് പോകണ്. ഇവിടെ നമുക്ക് ബൈനാൻസ് ഏണിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്റ്റേക്കിങ്ങിന് വേണ്ടിയിട്ട് കോയിൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഇത്തീരിയം ഉണ്ട്, അതേപോലെ TRX ഉണ്ട്. TRX ഇവിടെയും കുറച്ച് വെച്ചിട്ടുണ്ട്, എൻ്റെ സ്പോട്ടിലും കുറച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ TRX സെൻഡ് ചെയ്യാനാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം അതിന് ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും എപ്പോഴെങ്കിലും ഫണ്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ബൈ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു വാലിലോട്ട് ഇങ്ങനെ കൊണ്ടുവരാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ TRX കുറച്ച് അതിലും കുറച്ച് ഇതിലും വെച്ചിരിക്കുന്നത്. പിന്നെ സോളും ഇവിടെ കുറച്ചുണ്ട്, സ്റ്റേക്കിങ്ങിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. BNB നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ BNB സ്റ്റേക്ക് ചെയ്യുന്ന ഒരു യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം. BNB ഇപ്പോൾ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ സേഫ്പാൽ വാലിൽ കൊണ്ടുവരികയാണ്. ബൈനാൻസും സേഫ്പാലും കൂടെ കൊളാബ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സേഫ്പാലിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സേഫ്പാലിൻ്റെ ഏൺ സെക്ഷനിൽ, അതായത് സ്റ്റേക്കിങ്ങിന് വന്നിട്ട് നമ്മൾ BNB ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊരു ലോഞ്ച് പാഡോ ലോഞ്ച് പൂളോ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലോഞ്ച് പാഡ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എത്രയാണോ ഹോൾഡ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ടിനുള്ള സ്റ്റേക്കിംഗ് റിവാർഡ് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആവും. നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. നമുക്ക് ലാസ്റ്റ് 2 സ്റ്റേക്കിംഗ് മാൻഡിയും അതേപോലെ തന്നെ ALT എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോക്കണുമായിരുന്നു. ഞാൻ വാല്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. മാൻഡ നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് 1.28 മാൻഡ കിട്ടി. ഇപ്പോഴത്തെ മാർക്കറ്റ് ഡംപായിട്ടും ഇപ്പോഴത്തെ വാല്യൂ 3.56 വരുന്നുണ്ട്. അതേപോലെ തന്നെ ALT ടോക്കൺ എനിക്ക് 21 ALT ടോക്കൺ കിട്ടി. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് ഏകദേശം 6.49 വരുന്നുണ്ട്. മാർക്കറ്റ് പമ്പാണ് സമയത്ത് ഏകദേശം ഒരു ALT ഒരു 10ഉം മാൻഡ് ഒരു 6ഉം ആവുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് വിഡ്രോ ചെയ്യും. ജസ്റ്റ് വിഡ്രോ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ബൈനാൻസിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു സേഫ്പാലിൽ BNB ഹോൾഡ് ചെയ്യുന്നതിൻ്റെ. പിന്നെ ഞാൻ കുറച്ച് BTC ഹോൾഡ് ചെയ്യുന്നുണ്ട്, BCH ഹോൾഡ് ചെയ്യുന്നുണ്ട്, മാറ്റിക്, ADA, ETC, DOGE, XLM ആൻഡ് സേഫ്പാൽ. ഇത്രയും ടോക്കൺസാണ് ഞാൻ ഈ ഒരു സേഫ്പാൽ വാലിൽ സ്റ്റേക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയുന്ന കുറേ ഡീറ്റെയിൽസും ഞാൻ ചെയ്ത മിസ്റ്റേക്സും പിന്നെ ഈ ഒരു സേഫ്പാൽ വാലറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ടേക്കും വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ് നമ്മുടെ ഈ ഒരു ഷോർട്ട് വീഡിയോ. ഞാൻ ഹോൾഡ് ചെയ്യുന്ന കുറച്ച് ടോക്കൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന്. പിന്നെ ഞാൻ ഹോബി എക്സ്ചേഞ്ചിൽ HT ടോക്കൺസ് അവർ നേറ്റീവ് ആയിട്ടുള്ള ടോക്കൺ ഹോൾഡ് ചെയ്യുന്നുണ്ട്. KuCoinൽ ഞാൻ KDA ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ICPയും കൂടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. വേറെ എക്സ്ചേഞ്ചസിൽ ഞാൻ കുറച്ച് ടോക്കൺസ് മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ കാണിച്ചു തരാത്തത്. ബൈനാൻസും അതേപോലെ തന്നെ സേഫ്പാൽ വാലറ്റിനോട് മെയിൻലി ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. കാരണം സേഫ്റ്റി പ്രിഫറൻസ് കൊണ്ടാണ് നമ്മൾ ഹാർഡ്വെയർ വാലറ്റിനെ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ് നമ്മുടെ ഈ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ നല്ല ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്, പിന്നെ മറക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര അടിപൊളി. ഗുഡ് ബൈ.